ഹലോ വെൽക്കം ബാക്ക്. സുഹൈൽ വെട്ടാമ്പിയാണ്. ഇപ്പോഴും കാശ്മീരിലാണുള്ളത്. കാശ്മീരിൽ ഇപ്പോൾ സംസാരിക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം കഴിഞ്ഞ ദിവസം ജമ്മുവിലായിരുന്നല്ലോ. ജമ്മുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഏകദേശം 150 കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസില്ല രജൗരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നത്. ഇന്ന് അവിടെയാണ് നമ്മൾ പരിപാടി. ഞങ്ങൾ രാവിലെ ഒരു 7 മണിക്ക് കയറി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജമ്മുവിലൊക്കെ രാവിലെ 7 മണി പറഞ്ഞാൽ ഇരുട്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് 10 മണിക്ക് ക്ലാസ്സിന് എത്തണം. ശരിക്കും 4 മണിക്കൂറൊക്കെ ഉള്ളതാണ്. പക്ഷേ ഞങ്ങൾ ഈ ടാക്സിയിലാണ് വന്നത്. അതിൻ്റെ ഡ്രൈവറാണ് വസീം ഖാൻ. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഭയങ്കര ഫാസ്റ്റായിട്ട് ഇങ്ങനത്തെ മലകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫുള്ളായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ആളൊരു പിന്നെ ഉറുദു അല്ല, കാശ്മീരി സോങ് താ ഹമാരെ ഗാഡി മേ കാശ്മീരി സോങ് കൊണ്ടിട്ട് അടിച്ച് പൊളിച്ച് പോയി. അപ്പോൾ ഏതായിരുന്നാലും ഇത്രയും സമയം കൊണ്ട് ഇവിടെ എത്തിയതിന് ഞങ്ങൾ വസീം ഖാനെ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്, സന്തോഷം അറിയിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ, ഇവിടെ എല്ലാം ഈ സ്ഥലങ്ങളിലേക്ക്, വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക്, പൂഞ്ച്, അതുപോലെ തന്നെ പീർ പറഞ്ഞ രജൗരി, ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ ജമ്മു, ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കെല്ലാം വാഹനങ്ങൾ ഇങ്ങനെ വിളിച്ച് കയറ്റി പോവുകയാണ്. അതായത് നമ്മുടെ നാട്ടിലെ പോലെ വലിയ വണ്ടികൾക്ക് പകരം ചെറിയ പിന്നെ ടാക്സികൾ, ടാറ്റ സുമോ, ഓട്ടോ, ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ അവരിങ്ങനെ വിളിച്ചു കൊണ്ടുപോകണം. അപ്പോൾ ഒരാൾക്ക് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടേക്ക് അതാണ് സംഭവം. ആ താത്ത, ആ ചേച്ചിക്ക് എവിടേക്ക് പറഞ്ഞാൽ പൂഞ്ചിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രൈവേഴ്സ് സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ടുപോവാണ്. വാഹനങ്ങളുടെ രൂപങ്ങൾ, അതുപോലെ തന്നെ അവരുടെ രീതിയൊക്കെ ഭയങ്കര രസമാണ്. ഹോൺ അടിക്കുക എന്നുള്ളത് ഇവിടെ ഒരു വലിയ കലയാണ്. ഹോൺ അടിച്ച് ബുദ്ധിമുട്ടിച്ചിട്ട് മുന്നിലെ ആൾക്കാരെ മാറ്റും. മറ്റൊന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ മിലിറ്ററി വാഹനങ്ങളാണ് ഇവിടെ കൂടുതൽ കാണാൻ പറ്റുന്നത്. മിലിറ്ററി, ഇപ്പോൾ ഞങ്ങൾ വരുന്ന യാത്രയിലും തന്നെ വഴിയിലൊക്കെ മിലിറ്ററി ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, മിലിറ്ററിക്കാർ നടന്നു പോകുന്നുണ്ട്. അതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും ഈ രജൗരി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇവിടുന്ന് കൊടുന്ന് ഇറക്കിയല്ലോ. ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ഇവിടെ ഇതിങ്ങനെ ഒരു ടൗണിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങോട്ടാണ് പ്രധാന ടൗണുകളൊക്കെ. അങ്ങോട്ട് ഞങ്ങളുടെ വാഹനം അങ്ങോട്ട് പ്രവേശിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഏതായിരുന്നാലും അവിടുന്ന് ആളുകൾ ഞങ്ങളെ കൊണ്ടുപോകാൻ വരും. അവിടെ പെർമിഷൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവും. ഇവിടേക്ക് അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. പിന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് ചെന്നിട്ടും അവിടുത്തെ രീതികൾ വ്യത്യസ്തമാണ്. കാശ്മീരെല്ലാം ഒരുപോലെയല്ല ഓരോ സ്ഥലങ്ങളിലും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഈ രജൗരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിറങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടുന്ന് കാണുന്നത്. ഇവിടെ നമുക്ക് പോകേണ്ട സ്കൂൾ എവിടെയൊന്നും അറിയില്ല. അതിൻ്റെ ആളുകൾ നമ്മെ വന്ന് കൊണ്ടുപോവുകയാണ്. നേരത്തെ ഞങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന സ്ഥലം അത് ജമ്മുവിലാണല്ലോ. ജമ്മുവിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ജമ്മുവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കുറച്ച് സ്ഥലം മാത്രമാണ് ഞങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്. ഈ താഴെ കാണുന്നത് മറ്റൊരു സംഭവം, ഇവിടെ പുഴ കണ്ടില്ലേ. നമ്മൾ ഈ കാശ്മീർ നല്ല തണുപ്പാണ്, ഇപ്പോഴും നല്ല തണുപ്പ്. 10 മണിയൊക്കെ കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും പോലും ഞങ്ങൾക്ക് ശരിക്ക് കൈയൊന്നും പൊക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള തണുപ്പ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോഴും ഒക്കെ കണ്ടു ഇഷ്ടംപോലെ പുഴകളുണ്ട്. പക്ഷേ ഈ പുഴയിൽ വെള്ളമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ മഴയൊന്നും അത്ര കൂടുതലില്ല, തണുപ്പാണ്. പക്ഷേ ഈ പുഴയ്ക്ക് നമ്മുടെ അവിടെ ശരിക്കും സ്ട്രോങ് വേനൽക്കാലമുള്ള പോലെയാണ് ഇവിടുത്തെ പുഴകളൊക്കെ കാണുന്നത്. അങ്ങനെയാണ്. ഇത് ഞങ്ങൾ വരുന്ന സമയം മുതൽ തന്നെ കണ്ടു. ട്രെയിനിൽ വരുമ്പോഴന്നെ വഴിയിലൊക്കെ പുഴകളുണ്ട്. അപ്പോഴൊന്നും പിന്നെ ആ പുഴയിലൊന്നും കുറച്ച് പോലും വെള്ളമില്ല. പല പുഴയിലൂടെയും വാഹനങ്ങൾ, ബൈക്കുകളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു പാലാണ്, ആ ടൗണിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പാലാണ്. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ മഴ പെയ്ത് കൂടുതൽ വെള്ളം ഉണ്ടായിട്ടല്ല തണുപ്പ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം.